നിങ്ങൾക്കെല്ലാം നോമ്പ് ഓർക്കുമോ നെഞ്ചരിക്കുന്ന അങ്ങനത്തെ ഇത് പ്രശ്നം ഉണ്ടാകും. എനിക്കുണ്ടേനോ കേട്ടോ. അന്നപ്പോൾ ഞാനില്ലേ ഇതേപോലെ ഇങ്ങനെ ഇഞ്ചി ചായ കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം പാൽ ചായ കംപ്ലീറ്റ് ഒഴിവാക്കിക്കേ. നോമ്പ് ഓർക്കുന്ന സമയത്തും അത്താഴത്തിനുമല്ലോ ഈ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച ചായ കുടിക്കുന്നത്. പഞ്ചസാര ഇടലുണ്ട്. ഇങ്ങനെ കുടിച്ചതിന് ശേഷം എന്താണ് നെഞ്ചരിച്ചൽ നല്ല കുറവുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്ന രീതിക്കും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ നോമ്പ് ഓർക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും ജ്യൂസും കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് തറാവി നിസ്കാരത്തിന് മുമ്പായി വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കട്ടോ. തറാവി നിസ്കരിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ നിൽക്കലില്ല. കാരണം നിസ്കരിച്ച് നമ്മൾ ലേറ്റാവും. അന്നേരം ഫുഡ് കഴിച്ച് അപ്പാട് കിടന്നുറങ്ങുമല്ലോ, അന്നേരം ശരിയാവില്ല. ഇപ്പം ഞാൻ കഴിക്കുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റൈസ് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ നല്ലോണം സാലഡ് കഴിക്കും. കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ചധികം സാലഡ് എടുക്കും. ചോറുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സാദാ ചോറാണെങ്കിൽ നല്ലോണം തോരൻ ഉണ്ടാക്കാം. എന്നിട്ട് കൂടുതലായിട്ട് അത് കഴിക്കാം. ഞാനിപ്പോൾ കുറച്ച് വാഴക്കാമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതിൻ്റെ ഒപ്പം കഴിക്കുന്നുണ്ട്. വാഴക്കാമ്പ്, നമ്മളെ കക്കിരി, ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള സാലഡ്, പിന്നെ ഞാൻ കലംകായിൻ്റെ ചോറുണ്ടാക്കിയതിന് അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാകുമ്പോൾ വയറ് വേഗം ഫില്ലാവുമല്ലോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ തറാവി നിസ്കരിക്കാം. നിസ്കരിച്ച് വന്നിട്ട് പിന്നെന്താണ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങും. അല്ലാണ്ട് ഫുഡ് കഴിക്കാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ നല്ലപോലെ വയറ് ക്ലിയർ ആയിട്ടുണ്ടാവും, നല്ല വിശപ്പും ഉണ്ടാവും. ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് അത്താഴത്തിനും കഴിക്കും കേട്ടോ. എന്നിട്ട് അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങലില്ല. 2 മണിക്കൂറിന് ശേഷം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിടന്നുറങ്ങൽ. അങ്ങനെ ചെയ്തപ്പോൾ രാവിലത്തെ നെഞ്ചരിച്ചൽ, വാറ്റുന്ന പുകച്ചൽ, ആസിഡിറ്റി അതെല്ലാം നല്ല കുറവുണ്ട് കേട്ടോ. ഒരു മെഡിസിനും ഗ്യാസിൻ്റെ ഗുളിക അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ അടിപൊളിയായിട്ട് നമുക്ക് റമദാൻ അടിപൊളിയാക്കാം. പാല് കംപ്ലീറ്റ് ഒഴിവാക്കാം. ജ്യൂസിൽ കുറച്ച് വയ്ക്കലുണ്ട്. ജ്യൂസ് ശരിക്കും പറഞ്ഞാൽ കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ജ്യൂസിൽ പാലയാടി, ചായ, തരി കാച്ച് അങ്ങനത്തെ ഒന്നും പാലില്ല. തരിയെല്ലാം ഞാൻ തേങ്ങാപ്പാലാണ് കാച്ചുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അത് വേണമെങ്കിൽ ഞാൻ ചെയ്യുക, തേങ്ങാപ്പാൽ എങ്ങനെയാണ് കാച്ചുന്നത്. അപ്പോൾ നെഞ്ചരിച്ചൽ, അസിഡിറ്റി അങ്ങനെയെല്ലാം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്താ റിസൾട്ട് ഉണ്ടാവും ഇൻഷാല്ലാ.